ഈ സ്വഭാവം നിങ്ങളിലുണ്ടെങ്കിൽ പടച്ചോനോർത്ത് നിങ്ങൾ ഇടയത്താഴം കുടിക്കണ്ട, നിങ്ങൾ തറാവീന് പോകണ്ട, നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കണ്ട, നിങ്ങൾ സദക്ക കൊടുക്കണ്ട, നിങ്ങൾ നോമ്പ് തുറ സംഘടിപ്പിക്കണ്ട. റമദാൻ 1 മുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ലൈലത്തുൽ ഖദറാണ്. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ ജിബ്രീലും പാർട്ടി നമ്മുടെ വീട്ടിലേക്കൊക്കെ കയറി വരും. മാവേലിയുടെ കാര്യമല്ലേ പറഞ്ഞേ? അതുകൊടുത്ത കുമാരനെ വിളിച്ചു ചോദിച്ചോ, കുമാരൻ ചോനെ, ഈ മാവേലി ഇവിടെ വന്നു ചവിട്ടി തത്തി എന്നൊക്കെ പറയണ്ടല്ലോ കുമാരൻ, അതെങ്ങനെയത്? എന്റെ കുഞ്ഞമ്മതെ ചുമ്മാ സങ്കല്പം അതൊക്കെ. എന്റെ ബാവിലാരെ ആ കാര്യം അല്ലെങ്കിൽ ഞങ്ങൾ ഈ ചെമ്പറക്കിയിലും പരിസരത്തൊക്കെ താമസിക്കാൻ വേണ്ടിട്ട് കൊല്ലങ്ങളായി. ഇതേവരെ ഈ പറഞ്ഞ ജിബിരിയിലൊന്നും ഞങ്ങളുടെ വീട്ടിൽ കയറി വന്നു ഞാൻ കണ്ടിട്ടില്ല. തേരും കയറി വന്നു. വലിയൊരു പറയണേ എല്ലാവരും ഇപ്പൊ വീട്ടിൽ കൂടെ കയറി വരും, ഞങ്ങളുടെ വീട്ടിൽ കൂടെ വരും, അബൂബക്കറിന്റെ വീട്ടിൽ വരും, ഐഷയുടെ വീട്ടിൽ വരും. ഇതുവരെ വന്നിട്ടില്ല. വന്നിട്ടില്ല അല്ലേ? ഇല്ല. നീയേ വാപ്പായിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വാപ്പാടെ കണ്ണിങ്ങനെ നെറുകയിലേക്ക് കയറുവാണ്. വാപ്പാടെ വായി തുറക്കണു, വായിന്റെ നടക്കുന്ന ഒരേം പതയും മഞ്ഞു. അപ്പം മറിഞ്ഞു. നീ ഓടി. ജിബ്രീൽ വന്നില്ല എന്നല്ലേ പറഞ്ഞ വീട്ടില്? ഇത് ശ്രദ്ധിച്ചോ. നീ ഓടി ബാവുലാന്റെ അടുത്തേക്ക്, ബാവുസ്താദേ എന്തിയാടാ വാപ്പിച്ചി മറിഞ്ഞു ആടി ഉസ്താദേ. വാപ്പിച്ചി മറിഞ്ഞാൽ ആശുപത്രി കൊണ്ടാണ് നീ ഇവിടെ ഒന്നിനെ ഇറക്കാം. അല്ല ഉസ്താദ് ഒന്ന് വാ ഉസ്താദേ, ഒന്നും കൂടി വാ. അങ്ങനെ ഞാൻ ചെന്ന് നോക്കിയപ്പോണ്ട് അത് തൂങ്ങി ചത്തോ മറി കിടക്കണാരി ഇങ്ങനെ കിടക്കേ മനുഷ്യൻ. കണ്ണൊക്കെ ഇങ്ങനെ തുറന്ന് ഞാൻ എൻ്റെ ഈ പെരുവരലെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുലുക്കി നോക്കി. കുലുക്കിപ്പോണ്ടാ ഇവിടം വരെ അനങ്ങുക. ഞാൻ പറഞ്ഞു, എടാ മോനെ എന്തിയ വാസ്താദേ, നിന്റെ വാപ്പ മരിച്ചൂടാ. ഈ ഒച്ചപ്പാടുണ്ടാക്കല്ലർക്ക, നമ്മളെല്ലാവരും മരിക്കാനുള്ളതാണ്. ബാപ്പ നേരത്തെ മരിച്ചു, നീ സമാധാനപ്പെട്. നീ ഒച്ചപ്പാടും ലഹള ഉണ്ടാക്കാണ്ടേ. നിന്റെ ആ ചൂണ്ടുവരലും കൊണ്ട് വാപ്പാടെ കണ്ണ് തുറന്നിരിക്കണോ? ഇങ്ങനെ തിരികെ 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 വാപ്പാടെ ആ കണ്ണ് നമ്മൾ അടച്ചേടാ. ഉസ്താദേ എനിക്ക് പേടിയാവോ ഉസ്താദേ. എന്നാ ഞാൻ തിരുമ്മിക്കോളടാ പോത്തെ. ഞാൻ ഇങ്ങനെ ചെന്നിരുന്ന് തിരുമുവാണ്. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞടാ, ആ കാലിന്റെ പെരുവരിൽ രണ്ടും കൂടെ ഒരു തുണി കഷ്ടെടുത്തിട്ട് ഇങ്ങനെ കൂടെ കൂട്ടികൾ കെട്ടിക്കേടാ, എനിക്ക് പേടിയാവോ ഉസ്താദേ. എന്നാ ഞാൻ കെട്ടിക്കോളടാ ഹമ്മാലി, നീ കെട്ടണ്ട. ഞാനിങ്ങനെ പെരുവരിൽ കെട്ടിയതിന്റെ ശേഷം കാലിന്റെ വിരലിങ്ങനെ ഇട്ട് അഴിക്കുവാണ്. അപ്പൊ ഞാൻ പറഞ്ഞടാ, നീ ആ കൈയുടെ വിരലൊക്കെ ഇങ്ങനെ അഴിച്ചടാ, എനിക്ക് പേടിയാവോ ഉസ്താദേ. എന്നാ ഞാൻ അഴിച്ചോളടാ കഴുതേ. എന്തു ചെയ്താലും ബാപ്പാനെ തൊടൂല. നീ എന്താടാ ഈ പേടിക്കണത്? ബാപ്പാക്ക് 100 തലയുണ്ടായ, ബാപ്പാക്ക് 16 കൈയുണ്ടായ, ബാപ്പാക്ക് 10 മൂക്കുണ്ടായ, ഇതൊന്നും ഉണ്ടായില്ല. പിന്നെ എന്തിനാടാ നീ പേടിക്കണത്? വാസ്താദേ വാപ്പ മരിച്ചുപോയി. വാസ്താദേ മരിച്ചോടാ? ഉവ്വ ഉസ്താദേ. എങ്ങനെയാടാ മരിച്ചത്? വാപ്പാടെ റൂഹ് പോയി ഉസ്താദേ. റൂഹ് എങ്ങോടാടാ പോയത്? അസ്രായില് കൊണ്ടുപോയി ഉസ്താദേ. അപ്പൊ അസ്രായിലൂടെ വന്നോടാ? വന്നു വാ ഉസ്താദേ. എതിലെയാടാ അസ്രായില് വന്നത്? ആവോ ഇതെന്തൊട്ട് പോത്ത ഇത്? എന്നാ മുമ്പോസ്തോടെ അസ്രായില് വന്നെന്ന് പറയടാ. അത് പറയാൻ പറ്റൂല മുസ്ലിയാരെ. അസ്രായിലൂടെ വന്നോടാ? ഉസ്താദേ. എന്നിട്ട് പോയോടാ? പോയി വാ ഉസ്താദേ. എതിലെയാടാ അസ്രായില് പോയത്? വന്നത് മുമ്പോസ്തോടെ വന്നു, പോയത് പുറകോസ്തോടെ പോയി. അങ്ങനെ പറ, അറിയാൻ പാടില്ല ഉസ്താദേ. അപ്പൊ അസ്രായില് വന്നു പോയി എന്നതിന്റെ തെളിവെന്താടാ? കിടക്കണു ഉസ്താദേ, തേക്കും തടി വെട്ടിട്ടോ ഒരു വാപ്പ. അത് തെളിവ്, വന്നുപോയെന്നുള്ളതിന്റെ തെളിവ്. ഇതുപോലെ ജിബ്രീൽ വന്നത് കാണൂല, ജിബ്രീൽ പോണത് കാണുകയില്ല. വന്നു പോയി എന്നതിന്റെ തെളിവുകൾ ഹദീസുകളിലും തഫ്സീറുകളിലും കാണുന്നുണ്ട്. അതായത് പരിശുദ്ധമായ മാസത്തിൽ അള്ളാന്റെ അദാബിനെ സംബന്ധിച്ച് ചിന്തിച്ച് നീ കൈവെക്കുമ്പോഴേക്കും നിന്റെ കണ്ണുകൾ രണ്ടും നിറഞ്ഞൊഴുകുകയാണ്. ജിബ്രീലുമായി നീ മുസാഫഹത്ത് ചെയ്തു എന്നതിന്റെ ഒരു സിഗ്നലാണ്. നീ അല്ലാഹുവിന്റെ അനുഗ്രഹത്തിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ, പടച്ചവനെ നിന്റെ റഹ്മത്ത് എന്ന് ആലോചിക്കുമ്പോൾ നിന്റെ ശരീരം ഒന്നടങ്കം രോമാഞ്ചമാകുകയാണ്. ഇങ്ങനെ പല സിഗ്നലുകളും അടയാളങ്ങളും ഹദീസിന്റെ വിശദീകരണങ്ങളിലും വ്യാഖ്യാനങ്ങളിലും ഒക്കെ കാണാൻ ബഹുമാനികളാണ്.
നമുക്കാർക്കും കാണാൻ പറ്റണതല്ല ജിബ്രീലിന്റെ വരവ്. ജിബ്രീൽ വരും അലൈഹിസ്സലാം പോകും. മനസ്സിലായ? ഇങ്ങനെ വന്നിട്ട് നമുക്ക് കിട്ടുന്ന നേട്ടം എന്താ? മഹാന്മാരായ മുൻഗാമികളെക്കാൾ നമുക്ക് പദവി കയറുകയാണ്. നബിയുടെ മോളിൽ പോയി ഇബ്രാഹിം നബിയുടെ മോളിൽ പോയി നമുക്ക് ഇവാത്ത് കുറവാ. പക്ഷെ ഈ മാസം കൊണ്ടിട്ടാണ്, ഈ ദിവസം കൊണ്ടാണ് നമ്മൾ അത് നേടിയെടുക്കുന്നത്. അതേത് ദിവസവും ആകാം. റമദാൻ 1 മുതൽ റമദാൻ 30 വരെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ലൈലത്തുൽ ഖദറിനെയാണ്. കിട്ടാത്ത 4 വിഭാഗമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ പറഞ്ഞതനുസരിച്ച് സഹാബാക്കളോട് പറയാൻ, നോമ്പ് ലഭിക്കാത്ത ആളുകൾ ഒന്നാമത്തേത്, അതായത് ലൈലത്തുൽ ഖദർ കിട്ടാത്ത പാർട്ടി ഒന്നാമത്തേത്, മാതാപിതാക്കളെ വേദനിപ്പിച്ച മക്കളാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. തീരുമാനമെടുത്തോ കേട്ടോ. നമ്മുടെ ഈ പരിപാടിയുടെ മുഖ്യമായ ലക്ഷ്യം ഇതാ, നിങ്ങൾക്ക് ഇൽമുണ്ടാക്കി തരിക. വെറുതെ ഞാനിത് പറഞ്ഞിട്ടുണ്ടാവും മാനികളെ, ഞാൻ ചെയ്യൂലെങ്കിൽ വെറുതെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മാനികളെ, നിങ്ങൾ നടപ്പിലാക്കൂല്ലെങ്കിൽ അത് നാഫിയ ഇൽമല്ല. നിങ്ങളിത് ഒരാളിൽ നടപ്പിലാക്കാൻ തയ്യാറായാൽ ഇതിന്റെ ഭാരവാഹികൾ രക്ഷപ്പെട്ടു, ഇമാമ് രക്ഷപ്പെട്ടു, ഉസ്താദ് രക്ഷപ്പെട്ടു, എല്ലാവർക്കും അറിയാം. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇവിടെ വേണമെന്നുള്ള താല്പര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം വന്നാൽ സംഗതി മോശാവുന്ന. നന്മ ഉപദേശിക്കുകയും തിന്മ തടയുകയും ചെയ്യുന്ന ഒരു സ്വഭാവം നിങ്ങളിൽ ഇല്ലെങ്കിൽ, ലയുസല്ലിത്തന്നല്ലാഹു അലൈക്കും ശിറാറക്കും വയസൂമൂനക്കും സൂഅൽ അദാബ് ഔ കമാ ഖാല റസൂലുള്ളാഹി. നിങ്ങളുടെ ഇടയിൽ നിന്ന് ഏറ്റവും വലിയ ധിക്കാരിയെ പടച്ചോമ്പരാൻ നിങ്ങളുടെ മേൽ ഭരണാധികാരിയാക്കി കൊണ്ടുവരും. ആ ഭരണാധികാരി ലോകത്തൊരു മതവിഭാഗങ്ങളും അനുഭവിക്കാത്ത ദുരിതങ്ങളെ കൊണ്ടും വേദനകളെ കൊണ്ടും നിങ്ങളെ വേദനിപ്പിക്കും, ദുരിതപ്പെടുത്തും എന്ന് നബിയുനാ റസൂലുള്ളാഹി. മതത്തിന്റെ പേരിൽ അധികാരം, ജാതിയുടെ പേരിൽ അധികാരം. ഉമാനികളെ, ഒരിക്കലും അത് വരാൻ പാടില്ല. നിങ്ങളൊക്കെ ദുആ ഇറക്കണം കേട്ടോ. നിങ്ങളുടെയൊക്കെ തഹജ്ജുദിന് ദുആ ചെയ്യണം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ പരിശ്രമിക്കുകയും ചെയ്യണം. ദുആ കൊണ്ടിട്ട് അല്ലാഹു തആല കാര്യങ്ങൾ നടത്തി തരും. ലാ യറുദ്ദുൽ ഖളാ ഇല്ലാ ബിദ്ദുആ ഔ കമാ ഖാല റസൂലുള്ളാഹി. നിങ്ങൾ പടച്ചോനോട് ദുആ ഇറക്കട്ടോ, അപ്പോഴേ കാര്യങ്ങൾ അല്ലാഹു തആല നടത്തി തരുള്ളൂ. പടച്ചോനോട് ദുആ ചെയ്യേണ്ട അനിവാര്യമായ കാലഘട്ടത്തിലപ്പോൾ നിൽക്കുന്നു. ഇന്ത്യ രാജ്യത്തെ ഹിന്ദുക്കളും ഇന്ത്യ രാജ്യത്തെ ക്രിസ്ത്യാനികളും ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളും കൂടി ഒരുമിച്ച് കൂടി ഈ മതഭ്രാന്തിനെ അവസാനിപ്പിക്കണം. മനസ്സിലായോ? ഇത് മതഭ്രാന്താണ് ഈ കാണുന്നത്. മത തീവ്രവാദം എന്നൊക്കെ പറയാം. അതിന് ആരാ എതിർക്കേണ്ടത്? ആരെങ്കിലും ഒരാളല്ല. ഇന്ത്യ രാജ്യത്തെ ഹിന്ദുക്കൾ, ഇന്ത്യ രാജ്യത്തെ ക്രിസ്ത്യാനികൾ, ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന ആള് അബ്ദുറഹ്മാന, അബ്ദുൽ ഖാദിര, മുഹമ്മദ് കുട്ടിയ? അല്ല. നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു മഹാനായ മനുഷ്യനാണ് ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ്. ആ മനുഷ്യൻ ഒരാഴ്ച മുമ്പ് ഒരു വർത്താനം പറഞ്ഞ് നിങ്ങൾ കേട്ടായിരുന്നോ? ബാബരി മസ്ജിദിന്റെ തർക്കഭൂമിയാകുന്ന 1067 ഏക്കർ സ്ഥലം അത് പൂജ നടത്താൻ വിട്ടുതരണം. അത് മതഭീകരവാദിയുടെ ഡിമാൻഡാണ്. കീഴ്ക്കോടതിയിൽ ഞാൻ ആ ഹർജി കൊടുത്തിട്ട് ശിക്ഷയടക്കം തള്ളിയിരിക്കുകയാണ്. 5 ലക്ഷം കണ്ട് ശിക്ഷ അയക്ക് വിധിച്ചു. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ചോദിച്ച ചോദ്യം നിങ്ങൾ കണ്ട? ഈ രാജ്യത്ത് മനുഷ്യനെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ലേ? ആരാണ് ആ മനുഷ്യനെ കൊണ്ട് ഇങ്ങനെ ചോദിപ്പിച്ചത്? എന്നിട്ട് പറഞ്ഞു, കീഴ്ക്കോടതി വിധിച്ചതെല്ലാം ശരിയാണ്, 1 ലക്ഷം പിഴ കെട്ടിക്കോ, കേസ് തള്ളി. ഉണ്ടായതല്ലേ? ആരാണ് നമ്മുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചത്? ആ പറയിപ്പിച്ചവന്റെ പേരാണ് അല്ലാഹ്. നിങ്ങളുടെ ജീവിതത്തിന് തിരുത്തൽ വരാൻ നിങ്ങൾ തയ്യാറില്ലെങ്കിൽ നിങ്ങളെ രക്ഷപ്പെടുത്തൂല. നേരെ ഖുർആനല്ലേ, ഒരു തെമ്മാടി ധിക്കാരി അവന്റെ ധിക്കാരം കൊണ്ട് ഇവിടത്തെ നിരപരാധികളെയും സാധുക്കളെയും കൊന്നൊടുക്കുകയാണെങ്കിൽ അവനെ അതേ നാണയത്തിൽ തന്നെ അല്ലാഹു തആല നേരിടുന്നതാണ്. അതല്ലേ ഇപ്പൊ കണ്ടത്? അതല്ലേ കണ്ടത്? അല്ലാതെ ഇപ്പൊ അദ്ദേഹം ഒരു ബാബരി മസ്ജിദിന്റെ അകത്ത് കയറി നിസ്കരിക്കാൻ പര്യാപ്തമാകുന്ന ഒരു വിശ്വാസിയാണോ? അല്ലല്ലോ. അദ്ദേഹത്തിനെ കൊണ്ട് അല്ലാഹു തആല പറയിപ്പിച്ചു. ഇതുപോലെ ഇന്ത്യ രാജ്യത്ത്
ഈ ന്യൂനപക്ഷങ്ങളെ കശാപ്പ് ചെയ്യണമെന്ന ലക്ഷ്യത്തോടു കൂടി സർവ്വവിധ സന്നാഹങ്ങളും ഒരുക്കിക്കൊണ്ടിട്ട് രംഗത്തേക്ക് വരുന്ന മതഭ്രാന്തിനെ അതേ നാണയത്തിൽ തന്നെയുള്ള ആളുകളെ കൊണ്ട് അല്ലാഹു തആല നേരിടിക്കും. അതാപ്പ ഇന്ത്യ രാജ്യത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. മനസ്സിലായില്ലേ? ധിക്കാരിയാകുന്ന ഭരണാധികാരിയെ എതിർക്കാൻ വരുന്നത് അബ്ദുൽ ഖാദർ അല്ല, നേരെ നിൽക്കുന്ന വ്യക്തി അബൂബക്കറും അല്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുന്നത്. രണ്ട് പാർട്ടിക്കാർക്ക് ദുആക്ക് ഉത്തരം കൊടുക്കാതിരിക്കുള്ളൂ. രണ്ട് പാർട്ടിക്കാർക്ക് നബി തങ്ങൾ പറയാ ഇല്ലൽ കാഫിറ വൽ മുശാഹിന ഔ കമാ ഖാല റസൂലുള്ളാഹി. ഒന്ന് വിശ്വാസമില്ലാത്തവർക്ക്, അവിശ്വാസികളാണ്. അവരെ എന്തിനൊക്കെ ആരോധിക്കുന്നു, അള്ളാഹുവിനെ ധിക്കരിക്കുന്നു. അങ്ങനെയുള്ള പാർട്ടിക്ക് ഉത്തരവില്ല. രണ്ടാമത്തെ ആരാന്നറിയോ? തലക്കെട്ടൊക്കെ ഉണ്ട്, താടിയുണ്ട്, തൊപ്പിയുണ്ട്, നിക്കാരത്തമ്പുണ്ട്, മക്കനെയൊക്കെ ഉണ്ട്. പക്ഷേ വൈരാഗ്യം ഉള്ളിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നവരാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. വൈരാഗ്യം, അവനെ തക്കം കിട്ടിയാൽ ഞാൻ തകർക്കും. ഇതാണ് വൈരാഗ്യം. പിണക്കോന്നൊക്കെ വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. പിണക്കം വലിയ പ്രശ്നം. ശ്രദ്ധിച്ചോ. ഞാൻ എന്താ പറഞ്ഞു വന്നത്? റമദാൻ മാസത്തിലെ നോമ്പ് 4 സ്വഭാവം തിരുത്താൻ തയ്യാറില്ലെങ്കിൽ വേണ്ട. ഒന്നാമത്തേത് മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന. ഞാനേ ഈ വിഷയം ഒരു വിവരമില്ലാത്ത മഹാഭാവി ഇവിടെ നിന്നിട്ട് നിങ്ങളോട് വിശദീകരിക്കാൻ നിന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നിങ്ങൾക്ക് ഇവിടുന്ന് എഴുന്നേറ്റ് പോകാൻ പറ്റുമോ? ഒരു വിവരമില്ലാത്ത ആളാ ഞാൻ. ആ കണക്കിന് വിവരമുള്ള ഒരാള് മക്കൾക്ക് മാതാപിതാക്കളുടെ ബാധ്യതകൾ അങ്ങോട്ട് വിശദീകരിച്ചാൽ എത്രയോ ദിവസം പറയാനുണ്ട്. എത്രയോ ദിവസം. واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا واحفظ لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا ولا تقل لهما أف ولا تنهرهما وقل لهما قولا كريما. ഉമ്മാടെ പവറ്, വാപ്പാടെ പവറ്, രണ്ടുപേർക്കും പവറുണ്ട്, രണ്ടാക്കും പവറുണ്ട്. പിന്നെ ദുരിതം കൂടുതൽ ഏറ്റിരിക്കുന്ന അവിടെയാണ് മാത്രം. ഇതൊരു മെയിൻ പോയിന്റ് അല്ലല്ലേ ഞാൻ ഈ വന്ന് മുട്ടേക്കുന്നത്? അല്ലേ? വിശദീകരിക്കുന്നില്ല. അവിടെ പറയുന്നത് 10 മാസം ദുരിതം സഹിച്ചു ചുവന്നു, താങ്ങാൻ പറ്റാത്ത വേദന സഹിച്ച് പ്രസവിച്ചു, 2 വർഷക്കാലം പാലൂട്ടി. ഇതാണ് 3 അവിടെയുള്ളത്. ഇവിടെ ആ ശൈലിയിലല്ല പറഞ്ഞേക്കണം. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. എക്കടയില് നാണയത്തൊട്ടിങ്ങനെ തിരികെ വെച്ചിരിക്കുക. പണിയെടുത്തിട്ട് വിശന്ന് വിയർത്ത് ബുദ്ധിമുട്ടി മുന്നോട്ട് പോവുകയാണ് വീട്ടിലേക്ക്. റോഡിന്റെ പക്കത്തെല്ലാം ഇഷ്ടം പോലെ ചായക്കടകളും ശീതള പാനീയങ്ങളും കിട്ടും. പടച്ചവനെ, ഞാൻ വിശപ്പ് സഹിക്കുകയാണല്ലാ. ഈ നാണയത്തൊട്ടുകൾ എന്റെ കുഞ്ഞിനെ സ്കൂളിലാക്കാനാ മദ്രസയിലാക്കാനുള്ളതാണല്ലാ. അങ്ങനെ പണിയെടുത്ത് ജീവിച്ചതായി നിങ്ങൾ. അതാ ചോര നീരാക്കിയാണ് നിന്റെ ഉപ്പ നിന്നെ സംരക്ഷിച്ചത്. അതിന് ഇതിലെങ്കിലൊക്കെ പോവാ. എനിക്കിനി പണിയെടുക്കാൻ പറ്റില്ലാന്ന് പറഞ്ഞ വേണി മാറാം. അതൊന്നും അല്ല ചെയ്ത, എല്ലാം സഹിച്ചു. ഒന്നാമത്തേത് ഉപ്പാടെയും ഉമ്മാടെയും പൊരുത്തം വാങ്ങലാണ്. അവരെ വേദനിപ്പിച്ചാൽ നോമ്പില്ല. പിന്നെ ഹുമാ ജന്നത്തുക വനാറുക അൽ ജന്നത്തു തഹത അഖദാമിഹിമാ ഇദില്ലല്ലാഹു ഫീ ദിൽ വാലിദി. ഇതൊരു ഹദീസാണ്. എന്ന് പറഞ്ഞാൽ വാപ്പാനെയും ഉമ്മാനെയും വെറുപ്പിച്ചവരുടെ അടുക്കിലേക്ക് ജിബിരിയിൽ വരൂല. ജിബിരിയിൽ വരാത്തോണ്ടിട്ട് 1000 മാസത്തേക്കാൾ ഇബാദത്ത് കിട്ടൂല. കിട്ടാത്തോണ്ടിട്ട് മുൻഗാമികളെക്കാൾ പദവി ഏറൂല. പദവി ഏറാത്തോണ്ടിട്ട് റയ്യാനിൽ, അതായത് സ്വർഗ കവാടത്തിൽ എത്തൂല. ഇതാണ് അതിന്റെ കർമ്മം. ഇതാണ് ഇതിന്റെ കർമ്മം. നമ്മൾ എന്തിനാ ഈ നന്മ ചെയ്യുന്നത്? അള്ളാഹുവിനെ കാണാനാ. അള്ളാഹുവിനെ കാണാനുള്ള യോഗ്യത നമുക്ക് കിട്ടണം എങ്ങനെയാ? റമളാൻ കൊണ്ടാ. റമളാൻ എന്ന് പറഞ്ഞാൽ എന്താ? 1000 മാസത്തെ ഇബാദത്ത് കിട്ടും. ജിബ്രീലിനെ കണ്ടുകിട്ടുമ്പോ എന്ത് കിട്ടി? 1000 മാസത്തേക്കാൾ ഇബാദത്ത് കിട്ടി. ഇബാദത്ത് കിട്ടിയപ്പോ എന്ത് കിട്ടി? മുൻഗാമികളെക്കാൾ പവർ കിട്ടി. പവർ കിട്ടിയപ്പോ എന്തായി? റയ്യാനെ കൂടെ പ്രവേശനം കിട്ടി. പ്രവേശനം കിട്ടിയപ്പോ എന്തായി? അള്ളാഹിനെ കാണാൻ പറ്റി. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നന്മയെ ഇതുപോലെ ക്രമമായിട്ട് അള്ളാഹുവിനെ കാണുന്ന ലിഖായിലേക്കൊന്ന് മുട്ടിക്കാവോ? മുട്ടൂല. ഇതാണ് റമളാനിന്റെ പവർ. ഒന്നാമത്തേത് മാതാപിതാക്കളെ വേദനിപ്പിക്കൽ. രണ്ടാമത്തേത് നബി തങ്ങൾ പറയുന്നു വഫാനി ഖാതിഉർ റഹ്മിൻ നബിയിനാ റസൂലുള്ളാഹി. രണ്ടാമത്തേത് കുടുംബ ബന്ധം മുറിച്ചവരാണ്.
ആങ്ങളെയായിട്ട് മിണ്ടണില്ലേ, പെങ്ങളെയായിട്ട് ബന്ധമില്ലേ, കൊച്ചാപ്പാനൊക്കെ മിണ്ടണില്ലേ, എളാപ്പാന മിണ്ടണില്ലേ, അമ്മായി അടുത്ത് പോണില്ലേ, നാത്തൂൻ്റെ അടുത്ത് പോണില്ലേ. നിങ്ങളെ ഇടയത്താഴവും കുടിക്കണ്ട, നിങ്ങളെ തറാവീനും പോകണ്ട, നിങ്ങൾ തഹജ്ജുദും ചെയ്യണ്ട, നിങ്ങൾ പട്ടിണി നടക്കണ്ട. വെറുതെ വെറുതെ. എന്തോരായത്ത് വേണം, എത്ര ഹദീസ് വേണം. ഇത്തഖുല്ലാഹ അല്ലദീ തസാഅലുന ബിഹി വൽ അർഹാം من أحب يبسط له في رزقه وينسى له في ثره فليصل رحمه لا يدخلن الجنة قاطع. എന്തോരാ കിടക്കണ ബഹുമാനികൾ, എന്തോരാ. ഹിസാബ് എളുപ്പമാകാൻ 3 നന്മകൾ നബിയുനാ റസൂലുള്ളാഹി. ഒന്നാമത്തേത് സിൽ മൻ ഖതഅക, ഇങ്ങോട്ട് ബന്ധം മുറിക്കുന്ന കുടുംബത്തിനെ അങ്ങോട്ട് മുറിക്കാതെ നിലനിർത്തുക. ഇങ്ങോട്ട് നമ്മളെ ഉപദ്രവിച്ചോണ്ടിരിക്കുക. റസൂലുള്ളാന്റെ മുമ്പിൽ വന്നിട്ടൊരു സഹാബിയ പറഞ്ഞു, നാടകാക്കല്ല, ഞങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. റസൂലുള്ളാന്റെ മുമ്പിൽ വന്നിട്ടൊരു സഹാബി പറയുന്നു, അള്ളാന്റെ റസൂലേ ഇന്ന ലീ റഹ്മിൻ, നബിയെ എനിക്കൊരു കുടുംബമുണ്ട്. ഈ ഇരിക്കുന്നവർക്ക് പലർക്കും അനുഭവമുള്ള കാര്യത്തെ ഞാൻ പറയുന്നത്. എനിക്കൊരു കുടുംബമുണ്ട് നബിയെ, ആ കുടുംബക്കാരിൽ നിന്നിട്ട് എനിക്കൊരു സഹായവും വേണ്ട, ഒരു നാണയത്തൊട്ടുകൾ വേണ്ട, ഒരാൾ സഹായം വേണ്ട. പക്ഷേ അവർക്ക് എന്താവശ്യം വന്നാലും ഞാൻ അവർക്ക് സഹായിക്കുന്നു, അവരുമായിട്ട് സഹവസിക്കുന്നു, സഹകരിക്കുന്നു നബിയെ. അവര് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്നോട് അവർ ബന്ധം മുറിക്കുന്ന നിലക്കുള്ള നീക്കമാണ് അവരുടെ ഭാഗത്തുനിന്ന്. തക്കം കിട്ടിയ എന്നെ സംബന്ധിച്ച് എവിടെയും മോശമായിട്ട് പറയും, എന്നെ വേദനിപ്പിക്കുക, എന്റെ കുടുംബത്തിനെ വിഷമിപ്പിക്കും. നീ പറയണത് പോലെയാണെങ്കിലേ നിനക്ക് അള്ളാന്റെ അടുക്കൽ നിന്നും വ്യക്തമായൊരു സഹായം അള്ളാഹു തആല ആക്കി തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇത് ചുമ്മാ പറയണല്ല, നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഉണ്ടാകുന്ന അനർത്ഥങ്ങളെ സംബന്ധിച്ചായി പറയണേ. ഇതൊക്കെ ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ നമുക്ക് കഴിയില്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ പലർക്കുള്ള അനുഭവം, നിങ്ങൾ ഈമാനുള്ളവരാണെന്നുള്ളതിന്റെ അടയാളമൊക്കെ പറയണേ. മനസ്സിലായോ? ഇങ്ങോട്ട് കുടുംബ ബന്ധങ്ങൾ മുറിക്കുന്നു, വിഷമിപ്പിക്കുന്നു, വേദനിപ്പിക്കുന്നു. നിങ്ങളെ അല്ലാഹു തആല സഹായിക്കാൻ വേണ്ടി സഹായിയാക്കുന്നു പറഞ്ഞാലേ ബദറിൽ മാത്രമല്ല മലക്കുകൾ ഇറങ്ങി, ഖന്തക്കിൽ മാത്രമല്ല മലക്കുകൾ ഇറങ്ങി, അവിടെ ഒക്കെ മലക്കുകൾ ഇറങ്ങിയിട്ട് അല്ലാഹു തആല പറയുന്നുണ്ടല്ലേ. ബദറിലിറങ്ങിയ മലക്കുകളെയൊക്കെ നേരിട്ട് കണ്ടിട്ട് ലഖദ് നസറക്കുമുല്ലാഹു ബദരിന്ന് ഖുർആൻ പറഞ്ഞില്ലേ. നേരിട്ട് ഇറങ്ങിയത് ഈ ഉസ്താദ്മാർ ചൊല്ലിക്കൊടുക്കുന്ന സഹീഹ് ബുഖാരിയൊക്കെ എടുത്തേക്ക് ജിബ്രീലിന്റെ തലയെക്കെട്ട്, മീകായിലിന്റെ കുതിര, ഇസ്രാഫീലിന്റെ വാള്, അസ്രായിലിന്റെ പരിച, ഇങ്ങനെ ഓരോന്നും വെച്ചിട്ട് സെന്റ് ചോദിച്ചേക്ക് കൊള്ളാണോ. ആ സ്ഥാനത്ത് ഖന്തക്കിലിറങ്ങിയ മലക്കുകൾ അങ്ങനെയല്ല. ആ മലക്കുകളെ സംബന്ധിച്ച് എന്താ ഖുർആൻ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ മലക്കുകളെ ഇറക്കിയെങ്കിൽ റീഹം വജുനൂദൻ ലം തറൗഹാ, അങ്ങനെ ഖുർആൻ പറഞ്ഞു. അവിടെ ഇറങ്ങിയ മലക്കുകളെ സഹാബാക്കൾ കണ്ടില്ല. ഇവിടെയൊക്കെ മലക്കുകൾ ഇറങ്ങി. ഞാൻ ചോദിക്കട്ടെ, ഈ മലക്കുകളെ നമുക്കും അല്ലാഹു തആല ഇറക്കി തന്ന് സഹായിക്കുന്ന ഒരു നന്മയാണ് ഇങ്ങോട്ട് ഉപദ്രവിക്കുന്ന കുടുംബക്കാരെ അങ്ങോട്ട് ഉപദ്രവിക്കാതിരിക്കാന്ന് നബിയുനാ റസൂലുള്ളാഹി. നമുക്ക് അല്ലാഹു തആല സഹായി ഇറക്കി തരുന്നു പറഞ്ഞാൽ നമ്മുടെ കൂടെ മലക്കിറങ്ങുക. ബഹുമാനികളെ, ആ നിലയ്ക്ക് നിങ്ങൾ ജീവിക്കാൻ തയ്യാറായാൽ എന്തോരമുണ്ട് നിങ്ങളുടെ ഇടയിലൊക്കെ. അങ്ങനെയില്ലേ? എന്തോരം നിങ്ങൾ അങ്ങോട്ട് കൊടുത്താലും. കല്യാണത്തിലൊക്കെ നിങ്ങളും മക്കളും ഒക്കെ ആദ്യം അവസാനം പോയി സംബന്ധിക്കുക. അവിടുന്ന് ഒരെണ്ണം വരില്ല, വിളമ്പണ സമയത്ത് വരൂ. നിങ്ങൾക്കൊരു സാമ്പത്തിക ആവശ്യത്തിന് 10 രൂപ അവിടുന്ന് നിങ്ങൾക്ക് മേടിച്ചിട്ടില്ല, നിങ്ങൾക്ക് ആവശ്യമില്ല. അവിടെ ആവശ്യത്തില്ല അറിഞ്ഞാൽ നിങ്ങൾ വേഗം പോയിട്ട് ബില്ല് തീർത്തു കൊടുക്കുകയാണ്. ഇങ്ങനെ അങ്ങോട്ട് സഹായിക്കുന്നു, ഇങ്ങോട്ടില്ല. എന്നിട്ട് നിങ്ങൾ ഇടങ്ങേറാക്കുക. ആ ഇടങ്ങേറാക്കുന്നതിനെ വകവയ്ക്കാതെ ആ സഹായവും കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുത്തി നിലനിർത്താൻ നിനക്ക് കഴിയുമെങ്കിൽ ജിബ്രീലിനെ കണ്ടുമുട്ടാം എന്ന് നബിയുനാ റസൂലുള്ളാഹി. മൂന്നാമത്തേത് വമുശാഹിനുൻ നബിയുനാ റസൂലുള്ളാഹി. മൂന്നാമത്തേതാണ് വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചായിരുന്നല്ലോ, ഈ പിണക്കം വലിയ പ്രശ്നമാണ്. ലൈലത്തുൽ ഖദർ അറിയിച്ചു തരാൻ വേണ്ടി നബിത്തങ്ങൾ സഹാബകളിലേക്ക് കടന്നു വന്നപ്പോ രണ്ടുപേരും തർക്കിക്കുക. തങ്ങൾ ആ തർക്കത്തിൽ ഇടവിട്ടു. പൊന്നാർ നബി പറയാ, നസീത്തു, ഞാൻ മറന്നുപോയി, ഞാനിത് അറിയിക്കാൻ വേണ്ടി വന്നത് നിങ്ങളുടെ തർക്കം കാരണം മറന്നുപോയി. അപ്പൊ നമ്മുടെ ഇടയിൽ പിണക്കം ഉണ്ടായാൽ നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തപ്പെടുന്ന നമുക്ക് മറക്കപ്പെട്ടു.
ബഹുമാനികളെ, അതുകൊണ്ട് പിണക്കങ്ങളുണ്ടെങ്കിൽ ആ പിണക്കം ഇണക്കത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ നിങ്ങൾ തറാവിയൊക്കെ ഇരിക്കാനും ഇടയത്താഴം ഇരിക്കാനും തഹജ്ജുദ് ഇരിക്കാനും നിൽക്കണ്ട. അതിന് ഇവിടുത്തെ കമ്മിറ്റിക്കാർ വേണ്ട, ബഹുമാനപ്പെട്ട ഖത്തീബ് ഉസ്താദും വേണ്ട, ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറും വേണ്ട. നിങ്ങളെ കൊണ്ട് ചെന്നിട്ട് അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി, സ്വർണം വിളക്കി ചേർത്തതുപോലെയാണ് നബിയുനാ റസൂലുള്ളാഹി. സ്വർണം വിളക്കിയ വല്ല അടയാളമാണോ? ഇല്ല. ഈമാനില്ലാത്തവർ തമ്മിൽ പിണക്കം മാറി കൂടിയാൽ എങ്ങനെയാണെന്നറിയോ? പളുങ്കുകൾ ചേർത്ത് വെച്ചതുപോലെയാണ്. പളുങ്ക് പൊട്ടിയ ചേർത്ത് വെച്ച അടയാളം ഉറപ്പാ. സ്വർണം വിളക്കിയ അവർ അടയാളം കാണില്ല. അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇതിങ്ങനെ വലൈക്കും സലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു സുന്നത്തുണ്ടെന്നറിയോ? ഒന്നും കൂടെ അടുത്തേക്ക് നീങ്ങിക്കണം. പിന്നെ റമളാനൊക്കെ വരുവാണ്. ഞാൻ അന്ന് നിന്റെ വാപ്പാക്കും ഉമ്മാക്കും ഒക്കെ എങ്ങനെയൊക്കെ പറഞ്ഞു. അത് എനിക്കന്ന് പ്രഷർ കൂടിയിരിക്കണ സമയമാണ്. പ്രഷർ ഇല്ലെങ്കിൽ ഈ പ്രഷർ ഈ കാര്യത്തിൽ ഗുണമുള്ള സാധനമാണ്. ഞാനും ആലോചിച്ചു, കാക്ക അങ്ങനെ ബാപ്പാക്കും ഉമ്മാക്കും ഒന്നും വിളിക്കുന്ന ആളല്ല. എൻ്റെ ബാപ്പാക്കും ഉമ്മാക്കും മോനെ അത് പ്രഷർ കയറി എന്നുകൊണ്ട് സംഭവിച്ചു. അപ്പം അത് ഒരിക്കലും പൊരുത്തക്കേടില്ലാക്ക, ഞാൻ പൊരുത്തപ്പെട്ടു. പിന്നെ കാക്ക ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ ഞാനും ഏതാണ്ടൊക്കെ അടുപ്പിച്ച് ഇടയ്ക്കൊക്കെ ഒരു കുഴപ്പമില്ല, എനിക്ക് യാതൊരു പൊരുത്തക്കേടും ഇല്ല. ഞാൻ അതെല്ലാം പൊരുത്തപ്പെട്ടു. അൽഹംദുലില്ലാഹ്. ഇത് സുന്നത്തുണ്ടെന്നാ. വലൈക്കും സലാം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇതുപോലെ അടുത്തേക്ക് എന്നിട്ട് ഇങ്ങനെയൊന്ന് പറയുന്നത് സുന്നത്തുണ്ട്. കാരണം ഈ പിണങ്ങാൻ കാരണമായ കാര്യങ്ങളൊക്കെ ഒരു ഇത്തിരി ഒന്ന് എടുത്തു പറയാം. വലൈക്കും സലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി റെഡിയായി കേട്ടാ. അപ്പൊ അതുകൊണ്ട് ഈ സദസ്സിൽ നിന്ന് പിരിയണേന്റെ മുമ്പ് ഇവിടെ ഞങ്ങളെ ഇറങ്ങൂലോ, ഇറങ്ങുമ്പോ തന്നെ പയ്യെ ഈ സലാം ചെല്ലണയാക്ക ഗ്രേഡ് കൂടുതലെന്ന് നബിയുനാ റസൂലുള്ളാഹി. മടക്കണയാക്കല്ല. നിങ്ങൾ പതുക്കെ അടുത്തേക്ക് എന്നിട്ട് അസ്സലാമു അലൈക്കും. നിങ്ങളും അങ്ങനെ തന്നെ കേട്ടാ. അസ്സലാമു അലൈക്കും. ഇങ്ങനെ മോന്ത ഇങ്ങനെ വീർപ്പിച്ച് വെട്ടാമന്നെ പോത്ത് നോക്കണമാര് നോക്കുവാണെങ്കിൽ നിങ്ങൾ മിണ്ടാണ്ടങ്ങ് പൊക്കോ. നിങ്ങളുടെ കാര്യം രക്ഷപ്പെട്ടു, അവരുടെ കാര്യം കഷ്ടപ്പെട്ടു. നിങ്ങൾ സലാം ചൊല്ലിയത് നിങ്ങളുടെ കാര്യം രക്ഷയായി. മടക്കിയില്ലേ? അവൻ നശിച്ചു, അവള് നശിച്ചു, നിങ്ങൾ രക്ഷപ്പെട്ടു. ഇനി സദസ്സിൽ ഇല്ലാത്ത ഒരാളുമായിട്ട് നിങ്ങൾ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ നാളെ സുബീക്കാരൻ കഴിഞ്ഞുകൊണ്ട് പഠിച്ചോനെ ബാവലിയാർ പറഞ്ഞേക്കണമല്ലോ എന്ന് പറഞ്ഞ് ഓടി അങ്ങോട്ട് ചെല്ലരുത്. ഈ ബോക്സ് നോക്കി, ഈ ബോക്സ് ഏറെക്കുറെ ഈ ബോക്സിന്റെ അപ്പുറത്തുള്ള അകലം മതി. ഈ ബോക്സിന്റെ ഇപ്പുറയുള്ള അകലമല്ല, ബോക്സിന്റെ അപ്പുറത്തുള്ള അകലത്തിൽ അങ്ങനെ എത്തിയിട്ട് അസ്സലാമു അലൈക്കും അങ്ങനെ പറയാം. വലൈക്കും അസ്സലാം എന്ന് പറയുകയാണെങ്കിൽ പിന്നെ അവിടെ അടുത്തേക്കില്ല കേട്ടാ. ഇവിടെ ഇല്ലാത്ത ഒരാളെ, കാരണം അയാൾ ഈ സംഭവം ഒന്നും കേട്ടിട്ടില്ല. നിങ്ങൾ നാളെ നേരം വെളുത്ത അസ്സലാമു അലൈക്കും അങ്ങോട്ട് ഒന്ന് ചേർന്ന് അങ്ങോട്ട് ചെന്നിട്ട് ചവിട്ട് കുറ്റിക്കിട്ട് അടിയിട്ടിട്ടേ നക്ഷത്രം പോയി കണ്ണിക്കൂടെ, എന്നിട്ട് തലയിൽ കൈ കയറ്റിക്കൊണ്ട് പോയാലും മൗലാരുടെ ഒട്ട് കത്ത പറയലാന്ന അവസാന പറയല്. അവന്റെ നാക്ക് തളർന്നെങ്കിൽ മതിയാർന്നില്ല. ദുനിയാവില് ഒരു വർത്താനം പറയാൻ അവനക്ക് അന്ന് അവസരം. ഒരു കാക്ക പിരാക്കിയ പോത്തൊന്നും ചാവില്ലട്ടാ. തല്ലുകൊള്ളാണ്ട് നിങ്ങൾ പോയിക്കൊള്ളു. അയാൾക്ക് അറിയാൻ പാടില്ല. ഇതെന്റെ അനുഭവം ഞാൻ പറഞ്ഞത്, അല്ലാണ്ട് ഞാൻ ചുമ്മാ പറയല്ല, എൻ്റെ അനുഭവം പറയാം. ഞാൻ ഈ ഓതന പേരും പറഞ്ഞ് നാട്ടുകാരുടെ ചോറ് തിന്ന സമയത്ത് ഒരു നിസ്കാര പള്ളിയിൽ ഇമാമത്ത് വെച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചോട്ടെ, എനിക്ക് ഉണ്ടായ സംഭവം. നിങ്ങൾ നാളെ നേരം പുറത്ത് പോയി അടി കൊള്ളാണ്ടിരിക്കാൻ വേണ്ടി പറയണത്. എൻ്റെ ബഹുമാനികളെ, ഈ നിസ്കാര പള്ളിയിൽ ഓതന സമയത്ത് ജോലിയൊക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റെ പ്രായം ഇപ്പം അത്ര ആയിട്ടില്ല, കൊച്ചു പ്രായ. സുബഹിക്ക് ഉറങ്ങിപ്പോയി. വല്ല നീലം മേടിക്കാനും എണ്ണ മേടിക്കാനും സോപ്പ് മേടിക്കാനും ഒക്കെ ഉള്ള ചില്ലറ കിട്ടും. അതിനാണ് ഈ തയ്ക്കാവിൽ ഇമാമത്തെ ഏറ്റത്. ഉറങ്ങിപ്പോയി. എൻ്റെ അള്ളാഹ്, ഒരു കാക്ക അങ്ങോട്ട് വന്നിട്ട് ഈ വാതിലേക്ക് ചാടി അടിച്ചു. കാരണം വാതിലിന്റെ മുമ്പിൽ തന്നെ കിടക്കണേ. ചാടി അടിച്ച് 3 മിനിറ്റ് വൈകി, സാരമില്ല, അപ്പൊ മൈക്കി കൂടെ കൊടുക്കണ്ട, അല്ലാണ്ട് കൊടുക്കാന്നൊക്കെ പറഞ്ഞ് വാതിൽ തുറക്കാൻ ഈ വാതിലേൽ ചെന്ന് തൊട്ടിപ്പോ അയാൾ ആ വാതിക്കെ പോയി ഇരിക്കുകയാണ്. ഞാൻ തുറന്നത് ഇവിടെ തുറന്നിട്ടുണ്ടോന്നും ചോദിച്ചിട്ടുണ്ട്. വായി തോന്നിയതൊക്കെ കാക്കാൻ കൊടുക്കും. ഈ വായി തോന്നിയതൊക്കെ പറഞ്ഞ് അയാളെ കണ്ട് പെണ്ണുമ്പിള്ള തല്ലിയിറക്കി ഇട്ടേക്കണ ദേഷ്യം തീർക്കണ എന്നോടാണ്. അങ്ങനെയുണ്ട് ചില നാട്ടില്. പെണ്ണുമ്പിള്ള പറഞ്ഞാനുസരിക്കൂല, മോൻ പറഞ്ഞാനുസരിക്കൂല, മോള് പറഞ്ഞാനുസരിക്കൂല, പേരക്കുട്ടികൾ പറഞ്ഞാനുസരിക്കൂല. എന്നൊരു പണിയാ പള്ളിയിലേക്ക് പോയി നോക്കാം. അവിടെ ചെന്നിട്ടാണ് പിന്നെ ചാടിക്കില്ല.
അങ്ങനെയുണ്ട് ചില സ്ഥലങ്ങളിൽ മാറി തുടങ്ങിയിട്ടോ. കാരണം എന്താ വെച്ചാൽ വൈലാക്കന്മാര് പഴയ ശൈലിയൊന്നുമല്ല, അപ്പൊ മാറി തുടങ്ങി. പണ്ടൊക്കെ അങ്ങനെയല്ല. ആ ഞാൻ ഇപ്പൊ തന്നെ കിടത്തിക്കോളാം കാക്ക. പണ്ട് അങ്ങനെയാ, ഇപ്പൊ അങ്ങനെയല്ല. ആ കാക്ക അവിടെ കിടത്തി കേൾക്കൂല. ഇപ്പൊ അങ്ങനെയായി തുടങ്ങി, ഇപ്പൊ അങ്ങനെയായി തുടങ്ങി. ഭയങ്കര മണാണല്ലോ മൂത്ത്. ഞാൻ ലോഷൻ എടുത്തോണ്ട് വന്നേ കാണും. ഇപ്പൊ തന്നെ കഴുകാൻ പോവാണ്. പണ്ട് ഇപ്പൊ മാറിയിട്ടായില്ല ഉണ്ടാക്കിയത് കഴുകാൻ. ഇയാൾക്ക് സൗകര്യം മുള്ളോടയിലും വീട്ടിൽ പോയി കൊടുത്തു. ഇപ്പൊ അങ്ങനെയായി തുടങ്ങി. ലെവലോ കുറച്ചൊക്കെ അങ്ങനെ വേണമെന്നുള്ള എന്റെ അഭിപ്രായം. എന്താ എന്തെങ്കിലും മൂത്രപരം ഉണ്ടാക്കാണ്ടിരിക്കാൻ പാടില്ല. ഉണ്ടാക്കണവനിയാ ചെയ്യണ്ടൊക്കെ ചെയ്യണം. ചുമ്മാ വെത്തക്കയറാൻ നമ്മള് അപ്പൊ പോട്ടെ. ഞാനേ ഇയാളെ കണ്ട് പെണ്ണുപിള്ള വലിയ ഇറക്കി വിട്ടേടാ. എന്നിട്ട് എന്നോടാ ദേഷ്യം തീർക്കണേ. എനിക്ക് അങ്ങോട്ട് ദേഷ്യം. ഇയാളിങ്ങോട്ട് ഞാൻ പള്ളിക്കകത്തുള്ള ഇങ്ങനെ ഇയാളിങ്ങോട്ട് പറയണേന് വലിയ വ്യത്യാസം ഇല്ലാണ്ട് ഒരുമാതിരിയൊക്കെ ഇണക്കി ഞാനും കുറെ അങ്ങോട്ട് തട്ടി. എന്റെ പൊന്നാര ബീവെ ഒന്നും എടുത്തോണ്ട് വന്ന് ബാഗ് വിളിച്ചു, സുന്നത്ത് നിക്കരിച്ചു. ഞാൻ ഈ കാക്കയുടെ മുഖത്തേക്കൊക്കെ ഉണ്ട്. കാക്ക അങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ അടിച്ചിട്ട് ഇക്കാമത്ത് കൊടുത്തു. ഇക്കാമത്ത് കൊടുത്തിട്ടേ അയാൾ അവിടെ തന്നെ അടിച്ചെന്നിട്ട് പുള്ളി ഇക്കാമത്ത് കൊടുക്കുകയാണ്. ഞാൻ ഇക്കാമത്ത് കൊടുത്ത് ഞാൻ അവിടെ നിക്കരിച്ചു. അയാൾ ഇക്കാമത്ത് കൊടുത്ത് അയാളും അവിടെ നിക്കരിച്ചു. വേറൊരാളും വന്നുമില്ല. ഞാൻ അന്നത്തെ ദിവസം ഇടങ്ങേറായി. കാരണം ആ കാക്ക കാണണമെന്ന് പറഞ്ഞു ഓർത്ത് എനിക്ക് അങ്ങനെ പറയണ്ടാവും. മോശമായി പോയി. അങ്ങനെ അന്നത്തെ ദിവസം ഞാനങ്ങോട്ട് കഴിച്ചു വിട്ടിട്ടോ. വലിയ ഇടങ്ങേറായി പോയി. പിറ്റേ ദിവസം ഞാൻ നാസ്തയാക്കാൻ വേണ്ടി ഒരു ചെറിയ ഇട റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കിടക്കണം. മെയിൻ റോഡിലൊരു ചായക്കടയിലാണ് എനിക്ക് ചായ ഏൽപ്പിച്ചേക്കണം. അങ്ങനെ ഞാൻ ഈ നാസ്തയാക്കാൻ വേണ്ടി ഇങ്ങനെ തയ്ക്കാവിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് നോക്കുമ്പോൾ ഉണ്ടാ ഈ കാക്ക അവിടെ നിന്ന് സൈക്കിളിൽ വരുവാണ്. ഞാൻ നല്ല തക്കം, എന്തായാലും ഇനി വച്ചോണ്ടിരിക്കണ്ട. പുറകോട്ട് ഇരിഞ്ഞു നോക്കുമ്പോഴും വഴിയിൽ ആരുമില്ല, അവിടെ നിന്നും ആരുമില്ല. അപ്പൊ അയാൾ ആ സൈഡിൽ കൂടെ കേട്ടോ തന്നെ. ഈ സൈഡിലാണ് പള്ളി. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് നേരെ മൂപ്പരുടെ ആ സൈഡിലേക്ക് ചെന്നിട്ട് അസ്സലാമു അലൈക്കും. റഹ്മാനായ റബ്ബേ, ഈ പടപ്പ് ചെയ്ത പണി എന്താ അറിയോ? 2 ബ്രേക്ക് കൂടെ അവിടെ പിടിച്ചിട്ട് ചാടി അങ്ങോട്ട് ഇറങ്ങി. അപ്പൊ മുഖമൊക്കെ ആകെ കൊണ്ട് മാറി, കണ്ണൊക്കെ അങ്ങോട്ടിട്ട് ചുമക്കണം. ചാടി അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇയാളിത് സ്റ്റാൻഡിലേക്ക് വയ്ക്കുക സൈക്കിള്. ഒരൊറ്റ വിടല് ഞാൻ വിട്ടിട്ട് പള്ളിയുടെ തയ്ക്കാവിന്റെ മോളിൽ കയറിയിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയുള്ളൂ. ആ സ്റ്റാൻഡിൽ വെച്ചിട്ട് അയാൾ സൈക്കിളിൽ നിന്ന് വിട്ടാൽ അടി എനിക്ക് ഉറപ്പാ. ഇവിടെ ഇന്നലെ രാവിലെ അവൻ വായി തോന്നിയതെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ റോട്ടിലിട്ടും കളിയാക്കണോ? അതാണ് അയക്ക് തോന്നിയത്. ഈ സലാം ചെല്ലിത് പൊരുത്തപ്പെടിപ്പിക്കാനാണെന്ന പാവപ്പെട്ടവൻ അറിയില്ല. ഇതാ ഞാൻ പറഞ്ഞ ഈ പരിപാടി കേട്ടവര് നിങ്ങളോട് സഹകരിക്കും. വലൈക്കും സലാം എന്ന് പറയും. കേൾക്കാത്തവടെ പിന്നെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് നിങ്ങൾ അയാളുടെ അടുത്ത് നല്ലോണ്ടിട്ട് നമ്മുടെ അടുത്ത് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ബഹുമാനികളെ, മൂന്നാമത്തേത് പിണങ്ങിയിരിക്കുന്ന ഇനി സലാം ചെല്ലിന്നിരിക്കട്ടെ. ഇവിടെ ഞങ്ങളുടെ ഇറങ്ങി അസ്സലാമു അലൈക്കും. വലൈക്കും സലാം റഹ്മത്തുള്ളാഹി. സംഗതി അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും നിന്നെ എനിക്ക് കിട്ടൂടാ. ഞാനിപ്പോ എന്നൊക്കെ പറഞ്ഞെങ്കിലേ നീ വീഴുമ്പോ ഞാൻ വെട്ടിയിട്ടോളാം. ഇതിന്റെ പേരാണ് വൈരാഗ്യം വച്ചുകൊണ്ടിരിക്കുന്നത്. രക്ഷയില്ലാട്ടാ. ആ ഒരു ശൈലി മനസ്സിലുണ്ടെങ്കിൽ രക്ഷയില്ല. അതാണ് മുഷാഹിനുൻ. അപ്പൊ ഒന്നും ഉമ്മാനെ വേദനിപ്പിക്കുന്നവര്, 2 കുടുംബ ബന്ധം മുറിച്ചവര്, 3 വൈരാഗ്യം വച്ചുകൊണ്ടിരിക്കുന്നവര്, 4-മത്തേത് മുദ്മിനു ഖംറിൻ നബിയിനാ റസൂലുള്ളാഹി, ലഹരി ബാധിതരാണ്. ലഹരി ബാധിതർ. ഇനിയിപ്പോ ഇവിടെ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ഇപ്പൊ കള്ളു കുടിക്കുന്നവരൊന്നും വന്നിരിപ്പില്ല, ചാരായം കുടിക്കുന്നവരും ഇവിടെ വന്നിരിപ്പില്ല, ബ്രാൻഡി കുടിക്കുന്നവരും ഇവിടെ വന്നിരിപ്പില്ല. പിന്നെ അതിനെ പറ്റി പറയേണ്ട കാര്യമില്ല. പക്ഷെ നബി തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, ലാ തഖൂമു സഅതു ഹത്താ യുഖ്സിഫ ബിതായിഫത്തിൻ മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിന് മണ്ണിന്റെ അടിയിലേക്ക് ജീവനോടെ ആഴ്ത്തപ്പെടുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ പ്രകൃതി ദുരന്തങ്ങൾ ജീവനോടെ അടിയിലേക്ക് പോവുക. സഹാബാക്കൾ ഖീല മത്താ ദാലിക യാ റസൂലുള്ളാഹ്, ആ കാലഘട്ടത്തിൽ ഈ മനുഷ്യന്മാരുടെ സ്വഭാവം എന്തായിരിക്കും നബിയെ? ഇദാ ശരിബുൽ ഖുമൂർ നബിയിനാ റസൂലുള്ളാഹി, ലഹരി ബാധിതർ വ്യാപകമായിരിക്കും. ലഹരി ബാധിതർ വ്യാപകമായിരിക്കും. ഉമാനികളെ, കള്ള് മാത്രമല്ല ലഹരി, ചാരായം മാത്രമല്ല, ബ്രാൻഡി മാത്രമല്ല, ബീഡി ലഹരിയാൻ, സിഗരറ്റ് ലഹരിയാൻ, പാൻ മസാല ലഹരിയാൻ, മയക്കുമരുന്നുകൾ ലഹരിയാൻ, ബ്രാൻഡി ലഹരിയാൻ, ബിസ്കി ലഹരിയാൻ, വൈൻ, ഇപ്പൊ പുതിയ സൂക്കട് ഇറങ്ങിയിട്ടുണ്ട്, വൈൻ ലഹരിയാൻ, അതുപോലെ ബ്രൗൺ ഷുഗർ ലഹരിയാൻ, അഷീഷ് ലഹരിയാൻ, കഞ്ചാവ് ലഹരിയാൻ. കുല്ലു മുസ്കിരിൻ ഖംറുൻ വ കുല്ലു ഖംറിൻ ഹറാം നബിയിനാ റസൂലുള്ളാഹി.
ലഹരിക്ക് വേണ്ടി എന്തെല്ലാം ഉപയോഗിക്കുന്നു, ലഹരിക്ക് വേണ്ടി എന്തെല്ലാം ഉപയോഗിക്കുന്നു, അതിന്റെ എല്ലാം പേര് കള്ളാണ്. എല്ലാ കള്ളും ഹറാമാണെന്ന് നബീന റസൂലുള്ളാഹി. അതുകൊണ്ട് പടച്ചോനോർത്ത് ഞാൻ പറയുന്നു, ബീഡി വേണ്ട, സിഗരറ്റ് വേണ്ട, പാൻറിന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് മൂല തുള്ളിയിട്ട് ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ അത് വേണ്ട. ബഹുമാനികളെ, ഇങ്ങനെ എന്തെല്ലാം ലഹരിക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ എല്ലാം ഒഴിവാക്കിയിട്ട് ലൈലത്തുൽ ഖദറിന് വേണ്ടി, റമളാൻ മാസത്തെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങ്. എല്ലാ ലഹരി എന്റെ ബാവുലാരെ എന്ത് ബീഡി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ആ മുസ്ലിം വലിക്കുന്നുണ്ട്, ആചാര്യം വലിക്കുന്നുണ്ട്. നാളെ അവിടുന്ന് തങ്ങളൊന്ന് ആ ഉപരും വലിക്കണുണ്ട് സുഹൃത്ത്. ഇത് എന്റെ ബാവുലാരെ അതങ്ങനെ ലഹരിയാണോ? എന്നാ ബീഡി ലഹരിയല്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിട്ടുവരികയാണ്. ലഹരി ബീഡിയല്ല. എൻ്റെ അല്ലോ വിശന്നിട്ട് യാതൊരു വൃത്തിയില്ലോടങ്ങി. ഉസ്മാന്റെ വീട്ടിൽ നിന്ന് പത്തിരിയിറച്ചിയും നെയ്ച്ചോറും ഒക്കെ മൂക്കറ്റം കയറ്റിയതാ, ഒക്കെ ദഹിച്ചു പോയി. വിശന്ന് കുടല് കരിഞ്ഞു തുടങ്ങിയല്ലോ. എന്തോ ഒരു വിശപ്പാ. ഒരു ബീഡി കാട്ടിക്കിടങ്ങി വിശപ്പ്. ഇങ്ങനെ വിശപ്പ് മാറ്റാൻ വേണ്ടി ഒരു ബീഡി കാട്ടിക്കെന്ന് പറഞ്ഞ ഒരു ഇവിടെ ആരാ ഉള്ളത്? അല്ലോ ദാഹിച്ചിട്ടായില്ലോ, അല്ലോ തൊണ്ട ഉണങ്ങി വരണ്ടു. ഒരു സീറ്റ് കാട്ടിക്കിടങ്ങി. അല്ല, നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും അങ്ങനെ ദാഹം മാറാൻ വേണ്ടി സിഗരറ്റ് മേടിക്കുന്നവരുണ്ടോ? പിന്നെ എന്തിനാണ് ബീഡി? എന്തിനാണ് സിഗരറ്റ്? ഉറങ്ങാത്തവരും കൂടെ നോക്കും. ഉറങ്ങണതിനോട് നോക്കാൻ പറഞ്ഞാൽ നടക്കണ കാര്യമല്ല. റമളാൻ മാസത്തിലെ മഗ്രിബ് നമസ്കാരത്തിന് നമ്മുടെ മോദി മാമ മൈക്കിന്റെ അടുത്തേക്ക് റമളാൻ മാസത്തിലെ മഗ്രിബിന് മൈക്കിന്റെ അടുത്തേക്ക് എല്ലുണ്ട്. അപ്പൊ കാക്ക മുമ്പ് അവിടെ കാരക്ക ഇരിപ്പുണ്ട്, ഇവിടെ മുന്തിരി ഇരിപ്പുണ്ട്, അവിടെ തരി ഇരിപ്പുണ്ട്, പല സാധനങ്ങളും ഇരിപ്പുണ്ട്. കാക്ക അങ്ങനെ നോക്കിയിരിക്കുകയാണ് മുല്ലാക്ക. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹു കൊടുത്തു തട്ട്. അല്ലാഹു അക്ബർ മുല്ലാക്കോട് പറഞ്ഞാൽ സംഗതി കൊടുത്തു. ആരൊക്കെയൊക്കെ അവിടെ ഇരിക്കട്ടെ, മുന്തിരിയൊക്കെ അവിടെ ഇരിക്കട്ടെ. ഏടേത്താടം കുടിച്ചപ്പോ ഒന്ന് വലിച്ചത് അശൂർ ഒന്ന് വായിക്കൂടെ വെള്ളം വരുവാ. അയാളാണെങ്കിൽ ബാങ്ക് വിളിച്ചിട്ട് ഒരു ഈന്തപ്പഴത്തെ കീറെടുത്ത് കഴിച്ചിട്ട് അപ്പൊ തന്നെ കവത്തും കൊടുക്കും. അതിനു മുമ്പ് ഇത് കണ്ടോ എന്തോ തിരക്കാന്ന് വെച്ചാൽ അതങ്ങോട്ട് അത് ഞാൻ ഇങ്ങനെ നോക്കിക്കാറുണ്ട്. പണ്ടൊക്കെ വടക്കോട്ട് അധികം അതിന് പോയി. അപ്പൊ എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോ കാണാൻ സൂക്കേട്. എന്നിട്ട് എന്റെ പൊന്നാര ഹബീബെ ചുണ്ടങ്ങോട് കൂട്ടിയിട്ട് മൂക്കിക്കോടെ ഇങ്ങോട്ട് വന്നത് കൽക്കരിയഞ്ചും പണ്ട് കൽക്കരിയഞ്ചും കണ്ടിട്ടുണ്ടാ. എന്റെ വീട് റെയിലിന്റെ ചേർന്ന പുറമ്പോക്കിലൊന്നും അല്ല കിടക്കണ കേട്ടോ, കര കൊടുത്ത സ്ഥലത്ത് കിടക്കണേ. പക്ഷെ റെയിലിന്റെ ചേർന്നായി പോയി. ഈ കൽക്കരിയഞ്ചിന്റെ കണ്ടോ ഇങ്ങനെ പോണേ എന്ന് പറഞ്ഞാല് അപ്പോ ഈ മൂക്കിക്കോടെ ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോ ചുണ്ട് ഞാൻ ഒരു അകത്ത് ചോദിച്ചതാ. അക്കാ നല്ല നിലയ്ക്ക് അടുത്ത് ചോദിച്ചു, അക്കാ ഈ ചുണ്ടിങ്ങനെ ഈ മുട്ടനാട് ഈ പെട്ടയാടിന്റെ പുറകിൽ നിന്ന് കാണിക്കണ ഇങ്ങനെ ചുണ്ടിങ്ങനെ പോണേ എന്താ? അപ്പൊ കാക്കറിയാ അതൊരു പ്രത്യേക അത് പോയിട്ടറിയാൻ പാടില്ല. എന്നിട്ട് ഈ ശൈത്താൻ അവിടെ ആട്ടോ പ്രശ്നം. ഈ ഹമുക്ക് ചെയ്യണമെന്നല്ല, ഹമുക്ക് എന്ന് പറഞ്ഞാൽ തെരിയുന്നല്ലോ കേട്ടോ. ഇസാന്റെ ചോദിച്ചു നോക്ക്, ഹമുക്ക് എന്ന് പറഞ്ഞാൽ വിദ്യയുടെ അർത്ഥം. ഇന്നാളൊരു കാക്ക പറഞ്ഞ ഈ ഭാവിയിലാരെ ചീത്ത പറയാനേ ഈ ആൾക്കാർ ചേച്ചി കയറ്റിയെടുത്തിട്ട് ഞാനൊക്കെ ഒരു ചീത്ത പറയുന്നില്ല. ഹമുക്കെന്ന് പറഞ്ഞാൽ വിദ്യയാണ്. ഇവൻ ചെയ്യണ പണി എന്താണെന്നറിയോ? ഇതങ്ങോട്ട് വലിച്ചു തീർന്നിട്ട് ഇമാമിന്റെ വലത്തുഭാഗത്ത്, കാരണം വലിയ ആക്കായ ഇമാമിന്റെ വലത്തുഭാഗത്ത് മുസല്ലി ഫർദൽ മഗ്രിബി സലാസ റക്അത്തിന്റെ നിങ്ങൾ ഏതെങ്കിലും തന്ത്രത്തിൽ നല്ല വാക്ക് പറഞ്ഞ് ഒച്ചപ്പാടിൽ കളി ഉണ്ടാക്കണ്ട. നല്ല വാക്ക് എന്തെങ്കിലും പറഞ്ഞ് ഈ ശൈത്താനെ പള്ളിയിലേക്ക് വരുത്താതിരിക്കുക. നിങ്ങൾ അതിന് പറ്റിയ നിങ്ങൾക്ക് പള്ളിയിൽ വന്നില്ല എന്നോർത്ത് കുഴപ്പമില്ല. ഞാൻ ഇന്നാളൊരു ഉസ്താദിന്റെ ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞ നിങ്ങൾ വീട്ടിൽ നിൽക്കിരിച്ചാൽ മതി, അതിന് കൂലി കൂടുതലാണെന്നും അങ്ങനെ ഒരു ഞാൻ ചുമ്മാ നാട്ടോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഈ ശൈത്താനെ പള്ളിയിൽ നിന്ന് മാറ്റണേ. എന്തിനാ? നിങ്ങളുടെ നിസ്കാരത്തിന് കൂലി കിട്ടാൻ. ഇവൻ സാമൂഹ്യ ദ്രോഹിയാ. ഇവൻ നിങ്ങളുടെ പള്ളിയിൽ കൈ കെട്ടിയപ്പോ നിങ്ങളുടെ മുഴുവൻ ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെട്ടു പോയി.
തങ്ങൾ പറഞ്ഞു, ഉള്ളി തിന്നവൻ എന്റെ പള്ളിയിൽ വരല്ലേ. ഉള്ളി തിന്നാ എന്താ കുഴപ്പം? ഇറങ്ങിപ്പോവില്ലേ? ഉള്ളിയുടെ ദുർഗന്ധം കൊണ്ട് പള്ളിയിൽ നിന്ന് മലക്കുകൾ മൊത്തം പുറപ്പെട്ടു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മൾ പള്ളിയിൽ കയറുമ്പോഴേ ലൈലത്തുൽ ഖദറിന് നമ്മുടെ അടുത്ത് വരുന്ന മലക്കിന്റെ എണ്ണം നമുക്ക് കിട്ടിയില്ല. നമ്മൾ മസ്ജിദുൽ ഹറാമിലേക്ക് കയറുമ്പോൾ 1,00,000 മലക്കാണ് നമ്മുടെ കൂട്ടത്തിൽ കയറുന്നത്. എത്ര? 1,00,000. ജമാഅത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങുമ്പോൾ നിങ്ങളുടെ കൂടെ 27 മലക്ക് കൂടും. ഈ 27 മലക്ക് നിങ്ങളുടെ ഒപ്പം നിസ്കരിക്കും. എന്നിട്ട് നിങ്ങൾക്ക് ആ കൂലി ഹദിയ ചെയ്യും. അപ്പൊ ജമാഅത്തിന്റെ അല്ലാണ്ട് ചുമ്മാതെ നമുക്ക് ഈ കൂലി കിട്ടണേ. മലക്കുകൾ നമുക്ക് വേണ്ടി പണിയെടുക്കുന്നു, ആ നന്മ നമുക്ക് ഹദിയ ചെയ്യുന്നു. ഈ മലക്കുകൾ മൊത്തം പള്ളി വിട്ടു പോകുന്നു എന്ന് പറഞ്ഞപ്പോ നിങ്ങളുടെ മൊത്തം ജമാഅത്തിന്റെ കൂലിയും പോയി. ഇതാണ് ബീഡി വലിക്കണവൻ പള്ളി കയറിയാൽ എന്ന് പറഞ്ഞാൽ ഉള്ളിനേക്കാളും ദുർഗന്ധ ബീഡിക്ക്. അപ്പൊ വലിക്കണാക്കാൻ വയ്ക്കില്ല, വേറെ കാക്കാരി എന്റെ വിലയിലെ ഉള്ളിക്കാ ദുർഗന്ധം കൂടുതൽ ബീഡിക്കല്ലാന്ന് പറയും. അത് വലിക്കാത്തവരുടെ അടുത്ത് നിന്നിട്ടൊന്ന് കാണിക്കണം. ചിലവന്മാര് കക്കൂശി കയറിയിട്ട് ഇറങ്ങിപ്പോയോണ്ടല്ലോ, അല്ലാഹു അക്ബർ, നമുക്ക് ഇരുന്ന് വിളിക്കിറങ്ങാൻ പറ്റില്ല. വീഡിയോ വലിക്കുന്ന ഉള്ളി കയറുന്നിട്ടേ അതിന്റെ വിഷമം അറിയണമെങ്കിൽ ഇരിക്കണേലൊക്കെ എത്ര എണ്ണങ്ങള് ബഹുമാനികളെ ഈ ദുർഗന്ധം സഹിച്ചുകൊണ്ട് കിടക്കണ്ട. പടച്ചവന് ഓർത്താൻ പറയാ, ഈ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ദുശ്ശീലമുണ്ടെങ്കിൽ പടച്ചവനെ ലൈലത്തുൽ ഖദർ കിട്ടാൻ അല്ലാഹുവേ ഞാൻ ഈ ദുശ്ശീലത്തിനെ ഒഴിവാക്കാൻ ഈ സദസ്സിലിരുന്ന് പ്രതിജ്ഞ എടുത്തു റബ്ബേ ഒഴിവാക്കുക. വീഡിയോയിൽ ഞാനിത് വിശദീകരിക്കുന്നില്ല, നിർത്തുക. ഒഴിവാക്കുക. എന്റെ ഭാവിയിലാരെ എന്ത് 7ാമത്തെ വയസ്സിൽ വാപ്പ വലിച്ചിട്ട് കുറ്റി വലിച്ചാണ് ഞാൻ തുടങ്ങിയത്. 11ാമത്തെ വയസ്സിൽ ഞാൻ ബാപ്പാക്ക് കൊടുക്കും, ബാപ്പ എനിക്കും തരും. ഇപ്പൊ എനിക്ക് 62 വയസ്സായി ഭാവിയിലാരെ. ഈ 62 വയസ്സ് വരെ തുടർന്നു പോരുന്ന ഈ പരിപാടി എന്നോട് നിർത്താൻ പറഞ്ഞാൽ ഞാൻ എങ്ങനെയാ ഭാവിയിലാരെ നിർത്തണത്? വലിയ പ്രശ്നമായില്ലോ. എന്നൊരു പണി ഇയാള് നിർത്തണ്ട. നിങ്ങളോടല്ലാട്ടെ പറഞ്ഞേ, നിങ്ങൾ ബീഡി വലിക്കണവനോട് പോയി പറയേണ്ട വർത്താനേ പറയണേ. നിങ്ങൾ നിർത്തണ്ട. നിങ്ങൾ പടച്ചോനെ ഓർത്ത് പണിയാവോ? എന്തെന്നാ വായിലേരെ? റമദാൻ 1 മാസക്കാലം മഗ്രിബ് ബാങ്ക് വിളിച്ചത് മുതൽ സുബ്ഹി ബാങ്ക് വിളിക്കുന്നത് വരെ നിങ്ങളുടെ താമസം ആ കമ്പനിയിലേക്കോ ഓഫീസിലേക്കോ ചായക്കടയിലേക്കോ ഒന്ന് മാറ്റി. വലിയ നിർത്തണ്ട. എന്തിനാ? നിന്റെ ഭാര്യയ്ക്ക് ലൈലത്തുൽ ഖദർ കിട്ടാൻ, നിന്റെ ഉമ്മാക്കും ബാപ്പാക്കും ലൈലത്തുൽ ഖദർ കിട്ടാൻ, നിന്റെ മക്കൾക്ക് ലൈലത്തുൽ ഖദർ കിട്ടാൻ, റമദാൻ മാസത്തിലെ നോമ്പിന്റെ കൂലി കിട്ടാൻ നീ 1 മാസക്കാലം ചായക്കടയിലേക്ക് താമസം മാറ്റി. എന്റെ വാമിലേരെ എന്തേ? ഞാനിവിടുത്തെ ഒരു മാന്യനായ കുടുംബക്കാരനാണ്. വൈകുന്നേരം ആകുമ്പോ പായും തലങ്ങനെ എടുത്തോണ്ട് പോകുമ്പോ കാക്കാമാര് ഉണ്ടോ, പെണ്ണുമ്പള്ള വലിയ പോണുണ്ടോ ചായക്കട കിടക്കാൻ? ഒരു നാണക്കേടാണല്ലോ വാമിലേരെ. എന്നാ വേണ്ട, എന്നാ ഞാൻ അടുത്ത ഒരു ഡിമാൻഡ് വെക്കുക. നിങ്ങൾക്ക് നിർത്താൻ പറ്റൂല്ലോ? ഇല്ല. ചായക്കടയിൽ പോയി കിടക്കാൻ പറ്റൂല്ലോ? ഇല്ല. എന്നാ 3ാമത്തെ അപേക്ഷ നിങ്ങളോട് ഞാൻ വെക്കുന്നു. പടച്ചവനെ ഓർത്ത് നിങ്ങൾ വീട്ടിൽ കിടന്നോ? മഗ്രിബിന്റെ ബാങ്ക് വിളിച്ചത് മുതൽ സുബ്ഹിയുടെ ബാങ്ക് വിളിക്കുന്നത് വരെ വീടി വലിക്കാതിരിക്കുക. സുബ്ഹി മുതൽ വൈകുന്നേരം മഗ്രിബ് വരെ പകൽ അന്തസ്സായിട്ട് വലിക്കുക. പകലല്ല റമദാനിന്റെ പവിത്രത, റമദാനിന്റെ പവിത്രത രാത്രിയാണ്. പകലല്ല ജിബ്രീലും പാർട്ടിയും വന്നത്, ജിബ്രീലും പാർട്ടിയും വന്നത് രാത്രിയാണ്. അതുകൊണ്ട് സുബ്ഹി ബാങ്ക് വിളിച്ചത് മുതൽ മഗ്രിബ് ബാങ്ക് വിളിക്കുന്നത് വരെ പരസ്യമായിട്ട് വലിച്ചോ. എന്റെ ഭാവിയിലെ ഞാൻ ഇങ്ങനെ വലിച്ചോണ്ട് നടക്കുമ്പോ നോമ്പാന്നറിയാൻ പാടില്ലേ? അപ്പൊ ബീഡി കത്തിക്കുന്നതിന് മുമ്പ് ഇവിടെ കമ്മിറ്റിക്കാരോട് ഈ ഉസ്മാന്റെ കയ്യിലൊക്കെ നമ്പറുണ്ട്. എന്റെ നമ്പർ മേടിച്ച് കുറിച്ച് പോക്കറ്റിൽ വെക്കണം. എന്നിട്ടാണ് ഷർട്ടിന് തീ കൊടുക്കാവുള്ളൂ. വലിച്ചോണ്ട് ഇങ്ങനെ പോകുമ്പോ ഇയാളെ മെത്തേക്കല്ലേ, ഈ നമ്പറിൽ ഇയാൾ വിളിച്ചോ, എന്നോട് ബീഡിയും സിഗരറ്റും വലിച്ചോളാൻ. ഈ നമ്പർ ആരെന്നറിയോ? അങ്കമാലി ബാബ മുസ്ലിയാരാണ്. അയാൾ എന്നോട് വലിച്ചോളാൻ വ്യക്തമായ നിയമപ്രകാരം എന്നോട് വലിച്ചോളാൻ അനുവാദം തന്നിട്ടാണ് ഞാൻ വലിക്കണം. നിങ്ങൾ വിളിച്ചോ, ബാബ മുസ്ലിയാർക്ക് വിളിച്ചോ, ഈ നമ്പർ എന്റെ ഫോണിൽ നിന്ന് വിളിച്ചോ.
അതൊക്കെ സൗകര്യപ്പെടുത്തിയിട്ടേ തീ കൊടുക്കാവുള്ളൂ. അയാൾ വിളിച്ചോട്ട്, ഞാൻ അയാൾക്ക് തക്ക മറുപടി കൊടുത്തോളാം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ പകല് വലിക്കണതിന്റെ പേരിൽ വല്ല ശിക്ഷയും അല്ലാഹു തആല തരുവാണ്, ഞാനാണല്ലോ നിങ്ങളെ കൊണ്ട് വലിപ്പിക്കുന്നത്, അതിന്റെ ശിക്ഷ ഞാൻ ഏറ്റോളാം. ഇത്രയും ആൾക്കാരെ സാക്ഷ്യപ്പെടുത്തില്ലേ എന്ന് പറഞ്ഞു. അതുകൊണ്ട് പടച്ചവനോർത്ത് രാത്രി വലിക്കാതിരിക്കുക, പകല് വലിക്കുക. ബഹുമാനികളെ, ഈ 4 ദുസ്വഭാവം അകറ്റി റമദാൻ